നമ്മൾ മനുഷ്യന്മാരെ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് കൂടിയാണ്. അങ്ങനെ ഒരു കഴിവ് നമുക്കില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഫിസിക്കലി ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും പെരുമാറ്റ രീതികളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ സംസാരിക്കുന്ന രീതിയാണോ നമ്മളൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്പേസിലൊക്കെ പോയി നമ്മൾ സംസാരിക്കുക അല്ലല്ലോ. നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് കൂടിയാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാവുന്നത്. അപ്പം അപ്പുറത്തുള്ള ഒരാളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കഴിയാതെ നമ്മൾ തോന്നുന്ന പോലെ, നമ്മൾ തോന്നുന്ന രീതിയിൽ, നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയൊക്കെയോ എന്താ പറയുക, മനുഷ്യനും മറ്റുള്ള മൃഗങ്ങൾക്കിടയിലുള്ള വ്യത്യാസം, ആ അകലം എവിടെയോ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കുറേ കൂടി വിവേകത്തോടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.